ഹലോ, ഞങ്ങളിപ്പോൾ ഡിസ്ചാർജ് ആയതേ ഉള്ളൂ. ഹലോ, ഞങ്ങളിപ്പോൾ ഡിസ്ചാർജ് ആയി ഇറങ്ങുന്നതേ ഉള്ളൂ. 4 ദിവസം ഐസിലായിരുന്നു. എന്നാ പോയേക്കാം. ആശുപത്രിവാസം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ചേച്ചി. ഡിസ്ചാർജ് ആയി നന്നായി. കാര്യം ഞാനിവിടെ വർക്ക് ചെയ്യുന്നതാണെങ്കിലും. അച്ഛനിപ്പോൾ ഡിസ്ചാർജ് ആയി. ഞങ്ങൾ വീട്ടിലേക്ക് പോവാ. ഡി, നീ 2-3 വട്ടം വിളിച്ചു അല്ലേ? എടുക്കാൻ പറ്റിയില്ല. We are on the way to home. I will call you when I reach home. ഒരുപാട് ഫോൺ കോൾ വരുന്നുണ്ടല്ലോ ചേച്ചി. ഒരുപാട് പേര് വിളിച്ചു അല്ലേ? അതെ, പൈസയിലായിരുന്നു. ഇപ്പോൾ ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് പോവാ. ഞങ്ങളിപ്പോൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. ഞാൻ പിന്നെ വിളിച്ചാൽ മതിയോ? എന്നാലേ ഞാൻ പിള്ളേരെ എടുത്തോണ്ട് ഇപ്പോൾ വരാവേ. വേറെ എന്തെങ്കിലും മേടിക്കാനോ വല്ലതും ഉണ്ടായിരുന്നോ? ഇപ്പോൾ ഒന്നുമില്ല. എന്തെങ്കിലും വേണേൽ ഞാൻ ജെസ്സിയോട് ചോദിച്ചിട്ട് ഫോൺ ചെയ്യും. എന്നാ റെസ്റ്റ് എടുക്ക് 3-4 ദിവസം. എന്നാ ആയിക്കോട്ടെ. അലക്സ് എന്തിയേ? പോയോ? റോണി വിളിച്ചായിരുന്നു. അവൻ നാളെ ഇങ്ങോട്ട് ഇറങ്ങുമെന്നാ പറഞ്ഞേ. ഹായ് ചേച്ചി. റോണി വാ. ചേട്ടായി, എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ ടു യു? ഒന്നുമില്ലെന്നേ. 2-3 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട. അത് പോട്ടെ. നാട്ടിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. My parents are okay. They're all right. But
You know, I came to Australia and stayed in quarantine for 14 days. It's a big mess. What happened to you? കുഴപ്പമൊന്നുമില്ല. Leave it. Just leave it. How are you? You okay? ഞാൻ ചേച്ചിയെ കണ്ടിട്ട് വരാം. ആ ആ നീ ഇത് കുടിക്കേ. ചേച്ചി, what happened? On phone you said Chetai was in hospital. Can you tell me what happened? യെസ്, ഹി ഹാഡ് എ സിവിയർ ഹാർട്ട് അറ്റാക്ക്. Heart attack? Chechi, did Chetai had any previous heart conditions before? ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നേരത്തെ എന്തെങ്കിലും കണ്ടീഷൻ വേണമെന്നുണ്ടോ? നല്ല മനുഷ്യർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. But how? അലക്സിന് എല്ലാം അറിയാം. Chetai, take care of yourself. നീ എങ്ങോട്ടാ പോണേ? I'm going to meet someone. Alex, ഹായ്. ആ ഷിബു, ഞാൻ വിളിക്കാടാ. ഹായ് റോണി, ഹൗ ഇസ് ദ സിറ്റുവേഷൻ അപ്പ് ദെയർ? oh, what to say? Terrible. എന്തിനാടാ കാണണമെന്ന് പറഞ്ഞേ? എനിവേ ഐ ക്യാൻ ഗസ്. Actually, what happened to Chetai when I was out of station? Why Chetai became sick? When I asked Chechi, she said, you know everything. എന്ത് പറയാനാടാ? വാട്ട് സേ? ആരോ പുള്ളിക്കാരനെ പറ്റി ഓരോ കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി. അതങ്ങ് സ്പ്രെഡായി ചേച്ചിയുടെ വർക്ക് പ്ലേസ് വരെ എത്തി. ഒരു മനുഷ്യനെ ഹോസ്പിറ്റലിലാക്കാൻ ഇതിൽ കൂടുതൽ എന്തുവാടാ വേണ്ടത്? എന്താ പറയുക? സമ്മൺ മെയ്ഡ് സം സ്റ്റോറി. Story? Ara? Endu story? Alex, I know your friendship with Chetai. Telichu para. Doesn't matter who made the story. Alex na ellam ariyam. എടാ, ഞാൻ അറിഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ Oh, that's what happened. എനിവേ എല്ലാം കഴിഞ്ഞില്ലേ? ചേട്ടൻ റിക്കവറുമായി. ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. But Alex, I cannot forget it. You know the relationship between me and Chetai? Naattukaran. Allah thirinittu koodi. When I was jobless, no one was here to help me. He gave me the job. He looked after me. He gave me everything. I owe him a lot. How can I forget him? യെസ് റോണി, ഐ നോ യുവർ മിക്സ് ബാക്ക്ഗ്രൗണ്ട്. Yes, my dad is from Hyderabad. My mom is from Kerala. My status, my family, everything is because of his support. ആ സി റോണി, തോമസ് ചേട്ടനെ പോലുള്ള നല്ല മനുഷ്യർ വളരെ ചുരുക്കമാണുള്ളത്. എത്ര പേരെയാണ് പുള്ളി സഹായിച്ചിട്ടുള്ളതെന്നറിയാമോ? പക്ഷെ അതൊന്നും ഇവിടെ ആർക്കും അറിയില്ല. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് പുള്ളി പലപ്പോഴും പറയാറുള്ളത്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മുടെ നാട്ടുകാർ, നിനക്കറിയാമല്ലോ നമ്മുടെ സൊസൈറ്റി. I will definitely find the truth. I can't simply leave it. See you, Alex. ഞങ്ങളിവിടെ എത്തി. എവിടെയാ? സോറി, വി ആർ റണ്ണിങ് ലേറ്റ്. ബിബിനെ കുറച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഹായ്, ഹൗ ആർ യു? എന്താ ഇവിടെ വരാൻ പറഞ്ഞത്? Well, നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. I thought to ask you in person rather than on phone. സോറി, എനിക്ക് മലയാളം അത്ര അറിയില്ല. Let me come straight to the point. ബിസിനസ് ഉള്ള തോമസിനെ അറിയില്ലേ? യെസ്. ആ ആ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളല്ലേ? പിന്നെ എല്ലാവരും അറിയില്ല പുള്ളിനെ. You know what happened to him recently? എന്താ അവസ്ഥ എന്നറിയാമോ?
പുള്ളി ആശുപത്രിയിലായിരുന്നല്ലോ, എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അല്ലടാ. പക്ഷേ ബ്രോ, ഞങ്ങളോട് ചോദിക്കാൻ എന്താ കാര്യം? അതും ഇവിടെ വിളിച്ചു വരുത്തി. Who told you? എന്ത് പുള്ളി ഹോസ്പിറ്റലായ കാര്യമോ? അത് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ജോസ്. വേറെ ഒന്നും പറഞ്ഞില്ലേ? Did he say anything else? അവനൊന്നും പറഞ്ഞില്ല, പക്ഷേ വേറെ പലരും പലതും പറഞ്ഞു. അല്ലടാ സഞ്ജു, സംതിങ് ഫിഷി. അത് എന്തോ ഒരു പെണ്ണ് കേസോ മറ്റോ. ഞാനത് മൈൻഡ് ചെയ്തില്ല. നമുക്ക് നമ്മുടെ കാര്യം. എന്നിട്ട് how many people did you pass it on to? ഞങ്ങളോ? എൻ്റെ പൊന്നു ബ്രോ, ഞങ്ങൾക്ക് പണി കഴിഞ്ഞിട്ട് ഇതിനൊക്കെ എവിടെ സമയം? ഞങ്ങളിതൊന്നും ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അതെ. പക്ഷേ ഞാൻ അറിഞ്ഞത് you both were spreading the matter. ഇല്ല ബ്രോ, ഞങ്ങളെ വിശ്വസിക്കേ. ഞങ്ങളിത് ആരോടും പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് നമുക്കെന്ത് കാര്യം? ഇത് ഒന്നെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടിനും പണി തരാൻ വേണ്ടി ആരോ പടച്ചുണ്ടാക്കി വിട്ടിരിക്കുന്ന കഥയാണ്. ഞങ്ങളും പുള്ളിയൊക്കെ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ബന്ധ. Okay guys, I trust you now. If I know about your involvement in this matter, I will be back. അല്ലട വിപിനെ, നമ്മളിതിലേക്ക് ആരാ വലിച്ചിട്ടത്? മനസ്സാവാച അറിയാത്ത ഒരു കാര്യത്തിന് വേണ്ടി. ഇതൊക്കെ ചെറിയ പണികൾ. ഇതിനേക്കാളും വലിയ പണി തരുന്ന ഐറ്റംസ് ആണ് ഇവിടെ മുഴുവനും ഉള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് അവന് മനസ്സിലായെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അറിയാലോ അവൻ്റെ സ്വഭാവം. ഞാനും നീയൊക്കെ നമ്മുടെ ബിസിനസ്സായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുമ്പോഴാ അതിൻ്റെ സൈഡിൽ ഒരു പണി വരുന്നത്. വാ നമുക്ക് പോവാം. നീ ഇന്നലെ പോയി ബിബിനെയൊക്കെ കണ്ടായിരുന്നല്ലേ? I know exactly what happened. അതൊന്നും വേണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി പുതിയ കഥകൾ ഉണ്ടാകത്തേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഇനി how else it will be? എടാ, നീ ഇനി വേറെ കുഴപ്പത്തിനൊന്നും പോകരുത്. No ചേട്ടായി, ഇതല്ലാതെ വേറെ something else happened? സംതിങ് എൽസ്? ആഹാ, ശരിയാ. ഒരു ദിവസം ആഫ്റ്റർ ബിസിനസ് അവേഴ്സ് ഞാനും സ്റ്റാഫും എല്ലാവരും ഉണ്ടായിരുന്നു. അതെ, കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞോ? Bro, did you finish? ആ, എന്നാ വേഗം തീർത്തോ, താമസിക്കണ്ട. ഇന്ന് നല്ല ബിസി ആയിരുന്നു. ഐ നോ യു ആർ ഓൾ വെരി ടയർഡ് ടുഡേ. Yes, man. It's finished. Hey, baby, are you free tonight? Let's go out and have some fun. What did you say? What happened? He misbehaved with me. This is not the first time, but I never told you. He's misbehaving with me every time. Arun, come forward. What happened? Arun, what you have done? I don't know. I didn't do anything. No, this is not the first time. She told me it before. അരുൺ, അക്ഷയ് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ ജോലിക്കെടുത്തത്. എനിവേ, ഐ ആം ഗോയിങ് ടു റിപ്പോർട്ട് ദ പോലീസ്. No. Just leave it this time. Leave him. സോറി അരുൺ, ഐ കാൻറ്റ് കീപ് യു ഹിയർ എനിമോർ. ഡു യു നോ, this is one of the best restaurants in our city. I can't tolerate this type of activities anymore. Go, man. Look ചേട്ടായി, you have been helping people always, but finally see what has happened. എത്ര പേരാണ് കിട്ടിയ അവസരം നന്നായി ഉപയോഗിച്ചത്. ചേട്ടായി, this situation has taught you many lessons. How many people can you trust now?
അല്ല സൂപ്പർ മാർക്കറ്റിൽ പോകാനെന്ന് പറഞ്ഞിട്ട് വൈ വി ആർ ഓൺ ദിസ് വേ. അത് നമുക്ക് പോവാന്നേ, നീ ഇരിക്ക്. ഇപ്പം നമുക്ക് ഒരാളെ കാണണം. Who is he? ദാ, നീ ഇറങ്ങ്. My name is Ronnie. കേട്ടിട്ടുണ്ട്, but I haven't met you. Actually, I want to ask you, why did you leave Thomas restaurant that day? Don't hide anything. എടാ കൂടുതൽ ആലോചിക്കണ്ട, പറഞ്ഞോ, ഞാൻ ഉണ്ട് കൂടെ, പേടിക്കണ്ട. അന്നത്തെ ആ റെസ്റ്റോറൻറ്റ് ഇൻസിഡൻറ്റിന് ശേഷം ഓണർ തോമസ് ഹാസ് ടെർമിനേറ്റഡ് മീ ഫ്രം ദ ജോബ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹി വിൽ സ്പ്രെഡ് ദ സ്റ്റോറി ടു ദ പബ്ലിക്. ദാറ്റ്സ് വൈ ഐ വാസ് സ്കേർഡ് അബൌട്ട്. Okay. What else have you created against him or his restaurant? I lied to everyone that the restaurant is not hygienic. That's why I don't buy food from here. അതിനിടെ I had some fishy stuff against him. അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞു. Well done, man. You did a very good job. Because of your cooked up stories, Thomas lost his business. You know that? You know how big mistake you've done? ചേട്ടാ ഒന്നും ചെയ്യരുത്. ഇതൊക്കെ സംഭവിച്ചാൽ അതിന് വിഷമമുണ്ട്, റിഗ്രറ്റ് ഉണ്ട്. പ്ലീസ് ചേട്ടാ ഒന്നും ചെയ്യരുത്. I am sorry. I did a very big mistake. Shame on you, man. ചേട്ടാ പ്ലീസ്, ഐ ബെഗ് യു, ഒന്നും ചെയ്യരുത്. Remember, in future, if I hear anything from you again, that's it. Ortho. എന്നാലും നീ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഒരു പരിചയമില്ലാത്ത എൻ്റെ നമ്പർ തേടി കണ്ടുപിടിച്ച് അയാൾ എന്നെ വിളിച്ചു. ഞാൻ നുണ പറയാൻ പോയില്ല, സത്യം പറഞ്ഞിട്ടും കാര്യമില്ല, അയാൾ കണ്ടുപിടിക്കും. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു നിന്നെ കാണണമെന്ന്. നേരെ പറഞ്ഞാൽ നീ കേൾക്കില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ വളഞ്ഞ വഴി എടുത്തേ. എടാ അതുകൊണ്ട് ആ പ്രശ്നം തീർന്നില്ലേ? നീ അയാളുടെ സ്വഭാവം കണ്ടില്ലേ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിയെടുക്കണതിനാ. അല്ല നീ ഒന്ന് ഓർത്തേ, നമ്മൾ പഴയ റെസ്റ്റോറൻറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു നിനക്ക് അവേഴ്സ് ഭയങ്കര കൂടുതലാണ്, ഓഫ് കിട്ടുന്നില്ല. അപ്പം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്ത് അതിൻ്റെ വ്യത്യാസം നിനക്ക് മനസ്സിലാവുന്നു. അത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ട് നിന്റെ തലയിലോട്ട് കയറിയില്ല. എന്നിട്ട് പുതിയ ജോലി കിട്ടിയപ്പോൾ നീ തന്നെ എന്നോട് പറഞ്ഞില്ലേ അതിലെത്ര ഭേദമായിരുന്നു പഴയ ജോലിയെന്ന്. എടാ ഇനിയെങ്കിലും മനസ്സിലാക്കുക, സ്വന്തം കാര്യം നോക്കി നന്നായിട്ട് ജീവിക്കാൻ നോക്കൂ. നീ ഒരു കാര്യം ഓർത്തു, ഞാൻ ഈ പ്രശ്നം വലിച്ചിട്ടല്ല നോക്കിയത്, എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ. സോറി. അതൊക്കെ പോട്ടറാ. റോണി ബാ കേറി വാ. No, let's talk outside. ബാ കേറി പാടൂ. Okay. ഇരിക്കടോ. Let's stand. Bijoy, I'd like to know something from you. എന്താണ് ചോദിക്കേ. നീ നിന്റെ ഫ്രണ്ട്സിനോട് തോമസ് ചേട്ടായെ കുറിച്ച് എന്താ വിളിച്ച് പറഞ്ഞത്? ഞാൻ അറിഞ്ഞു. ഞാനോ? Yes, some dirty story. See, don't try to hide anything. എനിക്കെല്ലാം അറിയാം. അത് പിന്നെ എല്ലാവരും വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു രസത്തിന് ഞാൻ. എന്താ ആരാ എന്നോട് പറഞ്ഞത്? Who told you? തോമസ് ഏട്ടന് ഏതാ പെണ്ണായിട്ട് ബന്ധമുണ്ടെന്നോ കുറെ നാളായിരുന്നോ. ഓ, നീ ഇത് എപ്പോഴെങ്കിലും Did you witness it? അങ്ങനെ ചോദിച്ചാൽ ഇല്ല. അവൻ വിളിച്ചു പറഞ്ഞപ്പോ. അപ്പോ നീ നേരിൽ കണ്ടില്ല. ലെറ്റ് മീ ആസ്ക് വൺ തിങ്. നാളെ അവൻ നിന്റെ വൈഫിനെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ഡു യു ബിലീവ് ഹിം അഗൈൻ? ദേ വീട്ടിൽ കയറി വന്നാൽ ആവശ്യം പറയരുത് കേട്ടോ. നിനക്ക് വേറെ ആരെ കുറിച്ചും പറയാം. ബട്ട് വെൻ ഐ ആസ്ക് അബൌട്ട് യുവർ വൈഫ് യു ഡോണ്ട് ടോളറേറ്റ്. നൗ യു നോ ദ കറന്റ് സിറ്റുവേഷൻ ഓഫ് തോമസ് ചേട്ടായി. നൗ യു ആർ ഹാപ്പി അല്ലേ?
ഞാൻ കേട്ടു. ഇപ്പോ നിനക്കൊക്കെ സമാധാനമായല്ലേ? അതെ, ഇവിടെ വെച്ച് ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇത് ഞങ്ങളുടെ വീടാ. സോറി സിസ്റ്റർ, യു നോ ഹൗ ബിഗ് മിസ്റ്റേക്ക് യുവർ ഹസ്ബൻഡ് ഹാസ് ഡൺ? നിന്നോട് ആരാ എക്കാര്യം വിളിച്ചു പറഞ്ഞത്? അത് ആ ഫ്രാങ്കി. ഓ, ഫ്രാങ്കി, the guy who works in casino. I know him. ഹോ, നാണല്ലേ മനുഷ്യൻ നിങ്ങൾക്ക് ഇങ്ങനെ പരദൂഷണം പറഞ്ഞു നടക്കാൻ? പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാനും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ലടി. വന്നത് വന്നു. ഇനിയെങ്കിലും ഇത്തരം നാണം കെട്ട കഥകൾ പറഞ്ഞു നടക്കാതെ സ്വന്തം കാര്യം നോക്കി നടക്കാൻ നോക്കും. അവൻ്റെ നിന്നൊന്നും കിട്ടാത്തത് ഭാഗ്യം. തണുത്ത കാട്ട്, cold beer. What a combination, isn't it? അതിന് I know you have been living here for a very long time. And you are very famous too. Boss, who's this guy? മുമ്പൊന്നും കണ്ട പരിചയമില്ലല്ലോ. But I am not famous like you. ഡേയ്, നീ വന്ന കാര്യം പറയടാ. ചുമ്മാ സമയം മെനക്കെടുത്താതെ. ഞങ്ങൾക്ക് വേറെ പണിയുണ്ടാ. Okay, do you know Thomas? ഏത് തോമാച്ചൻ? ഇവിടെ കുറെ ഉണ്ടല്ലോ. മറ്റേ ആ കൂതറ തോമയാണോ? എന്നെ നാടാ, എത്ര നേരമായി പോയിട്ട്. അറിയാ. പിന്നെ പുള്ളിനെ ആരറിയാത്ത? പുള്ളി ഫേമസ് അല്ലേ? പിന്നല്ല, പുള്ളി ഇപ്പൊ താരല്ലേ. I am talking about the guy who is running the restaurant. 2-3 ആഴ്ച മുമ്പ്, 2-3 weeks before. What did you see in front of your house? ശരിയാ 2-3 ആഴ്ച മുമ്പ് എന്റെ വീടിന്റെ മുമ്പിൽ വെച്ച്. എടാ, അവളെയൊക്കെ എനിക്ക് നേരത്തെ അറിയാം. എന്റെ കൂടെ എത്ര പ്രാവശ്യം. അളിയാ, ഞാൻ അവളെ കഴിഞ്ഞ ദിവസം വേറൊരു കക്ഷിയുടെ കണ്ടായിരുന്നു. കാണണമായിരുന്നു അവിടെ ഒരു ചമ്മല്. ഞാൻ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. അളിയോ, ഞാനേ ഒരു 5 മിനിറ്റ് വിളിക്കാം കേട്ടോ. ഓക്കെ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. Okay, see you tomorrow. Good night. അളിയാ, ഇവിടെ ഒരു പുതിയ കേസ് കിട്ടുന്നുണ്ട് അളിയാ. ഒരാഴ്ചയായി കാണാൻ തുടങ്ങിയിട്ട്. സംഭവം മറ്റേ തന്നെ അളിയാ. ഡ്രോപ്പ് ചെയ്ത ആളെ എനിക്കറിയാം. ശരി, എന്നാ ആയിക്കോട്ടെ. ഒരു ഇടിവെട്ട് സാധനത്തിനെ രാത്രി ഇറക്കി വിട്ടത്, അതും നട്ട പാതിരാക്കി. ഞാൻ കണ്ടു, അതെല്ലാരെയും വിളിച്ച് പറയുകയും ചെയ്തു. അതിന് നിനക്കെന്നാ വേണോടാ? What do you mean? But അതൊക്കെ കളർ കൂട്ടി. Why did you make spicy stories? That went terribly wrong. പിന്നെ ഇതൊക്കെ കേസ് കേട്ടല്ലാതെ അല്ലടാ പിള്ളേരെ. മറ്റേ കേസ് കേട്ട്. ആ, അതന്നെ. Case get. Do you know anything about that girl? She's a university student, working very hard to meet her both ends. It is normal for someone to come and drop her at her home during busy weekends. What is wrong with that? She doesn't have a car. കേസ് കേട്ട് തന്നെ ഞാനിത് എത്ര കണ്ടിരിക്കുന്നു. Nari, you know what happened to Thomas? കൈ എടുക്കണം.
ഞാൻ എന്തിനാണ് അതൊക്കെ അന്വേഷിക്കുന്നത്? കൈ എടുക്കടാ. Shame on you, man. Shame on you. You behaved unethically towards a sincere family man. I can finish you now, but I'm not going to do that. If you do it again, I will definitely kill you. Get lost. സോറി കുട്ടി, ഞാൻ കാരണം കുട്ടിക്ക് ഒത്തിരി ചീത്തപ്പേരും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ ആൾക്കാരുടെ ഓരോ കാര്യമേ. Never mind, uncle. I just don't care. Just leave it. I was only worried about you. They have done a very good job. Just leave it. That's okay. Just leave it. നോക്കുമോളെ, ഓരോരുത്തരുടെ ഭാവന തോന്നിയത് എത്ര ഭംഗിയായിട്ടാണ് അവർ തിരക്കഥ ഉണ്ടാക്കിയത്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ആൾക്കാർ വിശ്വസിച്ച് ആഘോഷമാക്കി. എന്തിന് എനിക്കെൻ്റെ ജോലിസ്ഥലത്ത് പോലും പോകാൻ പറ്റാതായി. പോട്ടടി, വിട്ടുകള. ആർക്കറിയാം ഇനി അടുത്തത് എന്താണെന്ന്. എല്ലാവർക്കും ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞുണ്ടാക്കാൻ എന്ത് രസമാണ്. എല്ലാം ശരിയാകും. Take it easy, Chichi. Everything will be all right. Just leave it, Chichi. വാ മോളെ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. Bye, uncle. ലുക്ക് അലക്സ്, തോമസ് ചേട്ടായിയുടെ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് ആസ് പെർ യുവർ ഇൻഫർമേഷൻ ഞാൻ എല്ലാവരെയും കണ്ടു. ഇൻഫാക്ട് എക്സെപ്റ്റ് ഫ്രാങ്കി, nobody directly witnessed anything. Anyway, Frankie made a very good script based on his imagination. ബാക്കി എല്ലാവരും simply spreaded the news as much as they can and enjoyed well. അതാ ശരിക്കും ഉണ്ടായത്. See Alec, what is going on here? I can't understand. ആരെങ്കിലും ചേട്ടായി ചെയ്ത എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഓർത്തോ? No, never. Shame on them. വീണ കിഴക്കുമ്പോൾ ചവിട്ടുക. ബാക്ക് സ്റ്റാബിങ്. ഷെയിംഫുൾ. എടാ റോണി, ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. യു നോ അലക്സ്, ചേട്ടായി എനിക്ക് ജോലി തന്നതിന് ശേഷവും എന്റെ വീട്ടിലെ കാര്യങ്ങൾ തിരക്കിരുന്നു, നോക്കിയിരുന്നു, സഹായിച്ചിരുന്നു. ഹീസ് സച്ച് എ കൈൻഡ് ഹാർട്ടഡ് മാൻ. അങ്ങനെയുള്ള ആളെയാ ഇവരൊക്കെ കൂടി. വാട്ട് ഹാവ് ദേ ഡൺ ടു ദാറ്റ് മാൻ? എടാ റോണി, പുള്ളിക്കാരൻ്റെ ഈ അടുത്ത കാലത്തെ വളർച്ചയെ പല സഹൃദയർക്കും പിടിച്ചിട്ടില്ല. കാരണം
നമുക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നും വേറെ ആരും ചെയ്യാൻ പാടില്ല. തനി അസൂയാന്നേ. അല്ലാതെ തന്നെ ഇന്നത്തെ നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, അവരൊക്കെ നാളത്തെ നമ്മുടെ ശത്രുക്കളാ. അതങ്ങനെയല്ലേ വരൂ. ഇതിനൊന്നും മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പക്ഷേ ബിസിനസ്സും പോയല്ലോ. ഏയ്, അതൊക്കെ ബാക്ക് ടു നോർമൽ ആയിരുന്നു. പിന്നെ നീ ഇനി ഇതിന്റെ പേരിൽ ആരോട് ചോദിക്കാനോ പറയാനോ ഒന്നിനും പോകേണ്ട കാര്യമില്ല. നിനക്ക് ഫാമിലിയൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഇനി ഇതേപോലെ അനാവശ്യ കാര്യങ്ങൾ നീ ഇടപെട്ടാണ്ടല്ലോ, ശത്രുക്കളുടെ എണ്ണം കൂടുകയേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ആവശ്യത്തിന്. അലക്സ്, whom should I be scared of? ഞാൻ എന്തിനെ പേടിക്കണം? I know very well I did the right thing. ഇനി ആരെങ്കിലും ഇങ്ങനത്തെ മാറ്ററിൽ റിയാക്ട് ചെയ്താൽ മനസ്സിലാക്കുക, of course they are doing the same thing. അപ്പോഴേ എനിക്ക് പോയിട്ട് 3-4 കാര്യങ്ങളുണ്ട്. നീ വീട്ടിലോട്ടല്ലേ? ശരി അലക്സ്, പിന്നെ കാണാം. അപ്പൊ ശരി, എന്നാ പിന്നെ കാണാം. ഹലോ, ഞാൻ ഇറങ്ങി 5 മിനിറ്റിനുള്ളിൽ എത്തും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അവനോട്ടുള്ള പണി ഞാൻ കൊടുക്കണ്ടോ മോനെ? നീ എന്നെ വിചാരിച്ച നിനക്കെന്നാടാ അവനോട് ഇത്ര കലിപ്പ്? അതെ, കഴിഞ്ഞ അസോസിയേഷൻ പ്രോഗ്രാമിൽ അവൻ എനിക്കൊരു വേഷം തരാന്ന് പറഞ്ഞ അവസാനം തന്നതോ കുന്തവും പിടിച്ച് നിൽക്കുന്ന ഒരു കടന്റെ വേഷം. എടാ, അത് ഒരു വേഷമല്ലേടാ, അതും ചെയ്യാൻ ആള് വേണ്ടേ? ഞാനങ്ങനെ അവനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. മാക്സിമം നാറ്റിച്ചിട്ടേ കാര്യമുള്ളൂ. ചീള് കേസ് കിട്ടല്ലേ, വിട്ട് കളയടാ. ഇല്ലടാ, അവനായിട്ടുള്ള പണി പുറകെ വന്നേ ഉള്ളൂ. എന്തിനാടാ നീ ഓരോ കഥയുണ്ടാക്കി ആൾക്കാരെ ചുറ്റിക്കാതെ? അതൊന്നും കുഴപ്പമില്ലടാ, ചുമ്മാ കിടക്കട്ടെ. എന്നാലും വേണ്ടടാ, ചുമ്മാ ആവശ്യമില്ലാതെ. അല്ല, ആരാ നാട്ടിക്കാന്ന? What's your plan? You guys live next door? അതെ, 2-3 മാസമായി ഈ വീട് പണിത് ഇങ്ങ് മാറിയതാ. അതെ, നീ അറിഞ്ഞിട്ട് നിനക്കെന്നാ കാര്യം? അല്ല പാറവി പാണിങ്ങൾ, please don't do that. You don't know the consequences of that. I've just been through a case. ഇയാളാരാ ഇതൊക്കെ ചോദിക്കാൻ? ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ നിൽക്കില്ല കേട്ടോ. പോയി വേറെ പണിയൊന്നും. You still want to do it? അവൻ തമാശ പറഞ്ഞതല്ലേ, കൈവിടും പ്ലീസ്. എല്ലാം ഞാൻ കേട്ടു. I heard everything. നിന്നൊക്കെ I will finish you. ബ്രോ പ്ലീസ് കൈവിട്. Hey man, വട്ടായോ നിനക്ക്? വേറെ പണിയൊന്നുമില്ലേ? What do I do with? No use man. These people, they're never going to change. You can't do anything. ഇപ്പോ വീട്ടിൽ പോ. Look after your family. How can I leave them? എടാ വീട്ടിൽ പോടാ. പോടാ. Go man. Every day ആരും ശരിയാകാൻ പോകുന്നില്ല. Nobody is going to change. Yes. You parked the car few minutes ago. I just heard the voice. പിന്നെ എവിടെ പോയി? Yes, you're right. I came few minutes ago. Oh, but what happened? You're not looking normal. Any problem? ജോലിസ്ഥലത്ത്? No, not at workplace. അവിടെ ഗേറ്റിനടുത്ത്. ഓ, അപ്പോ അതാണ് കാര്യം. No dear, മടുത്ത്. ഇനി ഞാൻ I don't want to interfere in anything. എന്തിനു വെറുതെ? ചുമ്മാ ഒരു കാറില്ല. There's a call for you.
ആരാ? ഹൂ ഇസ് ഇറ്റ്? നോ, എനിക്കറിയില്ല. ഹലോ? Ara? Who was on the call? Yeah, that was Jacob. What happened? You look disturbed. Yes, Jacob is in trouble. He asked for my help. Help? What help? ഇത് അവൻ്റെ ഫേസ്ബുക്ക് റിലേറ്റഡ് ആണ്. Somebody from a fake account has posted a negative comment about his family. That post has become viral now. Why did you accept such unknown person's request? Ada korapam. True. But അവൻ അയാളെ അൺഫ്രണ്ട് ചെയ്ത് അവൻ എന്നോട് ഹെൽപ്പ് ചോദിച്ചു. Can you find out that person? But how? I am the mutual friend of Jacob. Your mutual friend? അതങ്ങനെ? അയാൾ ജേക്കബിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തു. It could actually happen to anyone. But Pranita, I do not like to interfere in any such cases anymore. I just can't. Why should I? No, I can't. I don't want to. Look, Ronnie, do you think you can't help him? What do you mean? See, dear, I know your nature. You can't simply leave such matters. Adukondu, help them. Of course, you can help. No, dear. I don't want to interfere. I just want our happiness. Our life is more important. It's okay. You have an inbuilt nature. Don't lose it. Go ahead. Nothing wrong in that. Help others. Viliki Jacobine. എന്നാ വിളിക്കാമല്ലേ? Yes, of course. Call.